പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടി ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാന് കനത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. പാകിസ്ഥാൻ്റെ ഭീകരകേന്ദ്രങ്ങൾ ഇന്ത്യ അടിച്ചു തകർത്തു. പാകിസ്ഥാൻ ഒരു ഭീകര രാഷ്ട്രമാണെന്ന് ഇന്ത്യ ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയിച്ചു. പാകിസ്ഥാൻ്റെ സകല ദൗർബല്യങ്ങളും പുറത്തു വന്നു. ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിനിധി സംഘം ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും ഇന്ത്യയുടെ നിലപാടുകളെക്കുറിച്ചും വിശദീകരിക്കുകയാണിപ്പോൾ. അതിനിടയിൽ പാക് സേനയും താലിബാനും തമ്മിൽ സംഘർഷം നടക്കുകയാണ്. വ്യാഴാഴ്ച ബലൂചിസ്ഥാനിലെ ചാഗി ജില്ലയിലാണ് പാകിസ്ഥാൻ, അഫ്ഗാൻ, താലിബാൻ സേനകൾ തമ്മിൽ ഏറ്റുമുട്ടൽ തുടങ്ങിയത്. ചാഗിയിൽ ഒരു പോസ്റ്റ് നിർമ്മിക്കുന്നതിനെ ചൊല്ലിയാണ് ഭിന്നത ഉടലെടുത്തത്. ഇരു വിഭാഗങ്ങളും തമ്മിൽ കനത്ത പോരാട്ടം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്യുന്നു. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ശ്രമങ്ങൾ വീണ്ടും തുടങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. ഇതിനായി പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഗുലാം ഇഷാഖ് ദാർ ബംഗ്ലാദേശ് സന്ദർശിക്കുകയും ചെയ്തു. പാക് മന്ത്രി കാബൂൾ സന്ദർശിച്ച് ഒരു മാസത്തിന് ശേഷമാണ് ഇപ്പോൾ ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നത്. മെയ് 29 രാവിലെ 9 മണിയോടെയാണ് വെടിവയ്പ് ആരംഭിച്ചത്. പുതുതായി സ്ഥാപിച്ച ഔട്ട് പോസ്റ്റുകളിലേക്ക് താലിബാൻ സേന കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിനിടെയാണ് ഏറ്റുമുട്ടൽ ആരംഭിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പാകിസ്ഥാൻ സൈനികർ വെടിയുതിർക്കുകയായിരുന്നുവെന്നും അഫ്ഗാൻ മാധ്യമമായ കാബൂൾ നൗ റിപ്പോർട്ട് ചെയ്തു. സംഘർഷത്തിൽ ഇതുവരെ ആളപായമോ നാശനഷ്ടങ്ങളോ സ്ഥിരീകരിച്ചിട്ടില്ല. അതിനുശേഷം ഏറ്റുമുട്ടൽ ശമിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. എന്നാൽ സ്ഥിതിഗതികൾ ശാന്തമായിട്ടില്ലെന്നും ഇപ്പോഴും സംഘർഷത്തിൽ തുടരുകയാണെന്നും വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് താലിബാനോ പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. 2021 ഓഗസ്റ്റിൽ താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം താലിബാനും പാകിസ്ഥാൻ സേനയും തമ്മിൽ തുടർച്ചയായി ഏറ്റുമുട്ടൽ നടത്തുകയാണ്. അതിൽ ഏറ്റവും പുതിയ സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കഴിഞ്ഞ വർഷം മേഖലയിൽ സമാനമായൊരു സംഭവം നടന്നിരുന്നു. ഇരുവിഭാഗവും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമായതോടെ തോർഖാം അതിർത്തി 1 മാസത്തോളം അടച്ചിടേണ്ടി വന്നു. തുടർന്ന് ഇതിലൂടെയുള്ള യാത്രയും വ്യാപാരവും 1 മാസത്തേക്ക് നിർത്തിവെക്കേണ്ടി വരികയും ചെയ്തു. സെപ്റ്റംബറിൽ അഫ്ഗാനിസ്ഥാനിലെ ഖോസ്റ്റ് പ്രവിശ്യയിലും പാകിസ്ഥാനിലെ കുറം ജില്ലയിലും ഉണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ കുറഞ്ഞത് 17 താലിബാൻ പോരാളികൾ കൊല്ലപ്പെട്ടു. 27 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. തർക്കപ്രദേശമായ ഡ്യൂറൻ രേഖയിൽ പലപ്പോഴും സംഘർഷങ്ങൾ ഉടലെടുത്തിട്ടുണ്ട്. താലിബാൻ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പലപ്പോഴും താലിബാൻ സേന തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട്.